കളിപ്പാട്ടമായി ഇതെവിടുന്നാ മേടിച്ചേ? കടയ്ക്ക് തിരുവാതിരയ്ക്ക്. കടയ്ക്ക് തിരുവാതിരയ്ക്ക്. കടയ്ക്ക് തിരുവാതിരയ്ക്ക് പോയി കളിപ്പാട്ടങ്ങൾ വാങ്ങി കൂട്ടുകാരെ. ഒരെണ്ണം എത്ര രൂപ? പണ്ട് ഒരെണ്ണം 20. 20? കൊള്ളാടുകളി. പണ്ട് ഇത് പാടിക്കഴിഞ്ഞാലേ ഒരു മനുഷ്യൻ ചെവിതലെടുക്കൂലേ. ഇന്ന് ഉമ്മച്ചിക്ക് സമാധാനമില്ല. എല്ലാവർക്കും വരി വരി വാ 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 എല്ലാവർക്കും കളിപ്പാട്ടം തരാം. ഓടിയോ ഓടി വാ, എല്ലാവർക്കും കളിപ്പാട്ടം തരാം. വാടി കുട്ടികളെ, വാ ഐശ വാ, പൂപ്പി സൂപ്പ് വാ. അല്ല സോറി, കളിപ്പാട്ടം കിട്ടിയേ. ഊരിക്ക് പിടിച്ചോ പിടിച്ചോ. എല്ലാവർക്കും കളിപ്പാട്ടം കിട്ടി. ഇനി എല്ലാവരും വന്നേ, ഇനി വന്നേ, എല്ലാവരും ഇങ്ങ് വന്നേ. ഇവിടെ നിന്ന് സുൽത്താൻ ഇവിടെ നിന്ന്. പണ്ടേ ഇതുപോലെ ഒരു കളിപ്പാട്ടം ഓരോ പിള്ളേരും ഊതിക്കൊണ്ട് നടക്കുന്നത് കാണുമ്പോഴേ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയാമോ. നമുക്കും കൂടെ ഒന്നും കിട്ടിയെങ്കിലൊന്ന്. പക്ഷെ മേടിച്ചു തരാൻ ആരുമില്ല, മേടിച്ച് തരാൻ ആരുമില്ല, പൈസ ഇല്ല. കഴിയെ കാണുമ്പോൾ ഭയങ്കര കൊതി ഓരോരുത്തരെ. നമ്മൾ നൂതാനെങ്കിലും തരുമെന്ന് ചോദിച്ചാൽ ആരും തരത്തില്ല. ലാസ്റ്റ് പിള്ളേർ ഓടിച്ച് കളഞ്ഞിട്ട് വേണം കളിപ്പാട്ട് വരത്ത്. കളിപ്പാട്ട് എടുത്തിട്ട് ഇങ്ങനെ ഊതും നമ്മള്. എന്തുകൊണ്ടാ ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്ത് ഭാഗ്യമാണല്ലേ. അപ്പൊ ആർക്കാണ് സ്തുതി പറയുന്നത്? അള്ളാഹുവിന് സ്തുതി. കാരണം എനിക്ക് ഇത്ര നല്ല ഉമ്മീനെ ഉപ്പീനെ ഉമ്മച്ചായൊക്കെ കിട്ടിയല്ലോ പടച്ചോനെ. അതുകൊണ്ടാണല്ലോ അവരങ്ങൾക്ക് ഇത് വാങ്ങിച്ച് തന്നത്. കേട്ടോ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് സ്തുതി പറയുക. പഠിച്ച നമുക്ക് ഇതെങ്കിലും കിട്ടിയല്ലോ. അവരുടെ കാലത്ത് നമ്മുടെ കാലത്ത് ആഹാരം പോലും നല്ല രീതിക്ക് കിട്ടാനില്ലാത്തൊരു. ഓ നിന്നെ ചെവിന്നാലും ഞാൻ കേക്കണ്ട. ഇങ്ങനെ നല്ലതായി. എന്തിനാ ഇവിടെ സ്വസ്ഥമായി മക്കളെ. ഇന്നലെ കടയ്ക്ക് തിരുവാതിരയ്ക്ക് പോയപ്പോ മേടിച്ചോണ്ട് കൊടുത്തതാ. സമാധാനമായി, സന്തോഷമായി. എനിക്ക് നീന്ത് പോകുമല്ലോ, നീ രക്ഷപ്പെട്ട്. എനിക്കിത് കിട്ടും മണി 8-ൻ്റെത്. ഉമ്മച്ചി ഓർക്കുന്നുണ്ട് ഇതിന്റെ ഒറിജിനൽ സാധനം ഉണ്ടല്ലോ ഇത്രയുള്ള ഒരെണ്ണം നമ്മുടെ ഉണ്ടായിരുന്നു. ഷൈമോൻ ആരാ കൊടുത്തത്. എന്നിട്ട് അതിന്റെ അകത്ത് എന്തിനുണ്ടെന്നറിയാം, മൊത്തം അഴിച്ച് പീരുത്ത് പുതിയ മെത്ത മേടിച്ചിട്ടപ്പോഴത്തേന് അതിന്റെ അകത്ത് എന്താ വെച്ചേക്കുന്നത്? കീറിയ മക്കളല്ലേ. ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് അതിനകത്ത് എന്താ ഇരിക്കുന്നത് നോക്കാന്ന്. എന്തും മക്കളാണ് ആ മക്കളൊക്കെ. ബാക്കിയല്ലേ അവ ഒടിച്ചിട്ട് അതിന്റെ ഓരോ പീസ് ഇളക്കി നോക്കി എങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന്. അതിന്റെ ബാക്കിയൊക്കെ അല്ലേ ഓരോന്നും അല്ലേ. അല്ലേ ചേബി രണ്ടെണ്ണം കൂടെ മേടിക്കണം അവിടുത്തെ പിള്ളേർക്ക്. അല്ലെങ്കിൽ ഇതുകളെ കാണുമ്പോ അവർക്ക് മതിയാവൂലേ. ഒരെണ്ണത്തിന് 20 രൂപയുള്ളൂ. ഇവിടെയാണ് ചോദിച്ചത്. അവിടെ പോയി നോക്കിട്ട് എനിക്ക് എന്തായാലും. എനിക്ക് സുൽത്താനെ പേടി അടുത്തോടെ വരുമ്പോ. പച്ചവെള്ളം എന്നാ ചാനൽ പിടിച്ച എനിക്കിന്ന് നല്ലതാണ് ചങ്കകള്, നല്ലതായിരിക്കുന്നു. കളിപ്പാട്ടം കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കാണിക്കാനായിട്ട് ഒരുത്തി ഓടുന്നുണ്ട്. അവൾക്ക് കിട്ടിയ കളിപ്പാട്ടം കൊണ്ട് അവൾക്ക് ഓടിപ്പോയി കൂട്ടുകാരെ കാണിക്കാനുള്ള ഓട്ടമാണ് ആ ഓടുന്നത്. കളിപ്പാട്ടമായി ഇതെവിടുന്നാ മേടിച്ചേ? കടയ്ക്ക് തിരുവാതിരയ്ക്ക്. കടയ്ക്ക് തിരുവാതിരയ്ക്ക്. കടയ്ക്ക് തിരുവാതിരയ്ക്ക് പോയി കളിപ്പാട്ടങ്ങൾ വാങ്ങി കൂട്ടുകാരെ. ഒരെണ്ണം എത്ര രൂപ? പണ്ട് ഒരെണ്ണം 20. 20? കൊള്ളാടുകളി. പണ്ട് ഇത് പാടിക്കഴിഞ്ഞാലേ ഒരു മനുഷ്യൻ ചെവിതലെടുക്കൂലേ. ഇന്ന് ഉമ്മച്ചിക്ക് സമാധാനമില്ല. എല്ലാവർക്കും വരി വരി വാ 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 എല്ലാവർക്കും കളിപ്പാട്ടം തരാം. ഓടിയോ ഓടി വാ, എല്ലാവർക്കും കളിപ്പാട്ടം തരാം. വാടി കുട്ടികളെ, വാ ഐശ വാ, പൂപ്പി സൂപ്പ് വാ. അല്ല സോറി, കളിപ്പാട്ടം കിട്ടിയേ. ഊരിക്ക് പിടിച്ചോ പിടിച്ചോ. എല്ലാവർക്കും കളിപ്പാട്ടം കിട്ടി. ഇനി എല്ലാവരും വന്നേ, ഇനി വന്നേ, എല്ലാവരും ഇങ്ങ് വന്നേ. ഇവിടെ നിന്ന് സുൽത്താൻ ഇവിടെ നിന്ന്. പണ്ടേ ഇതുപോലെ ഒരു കളിപ്പാട്ടം ഓരോ പിള്ളേരും ഊതിക്കൊണ്ട് നടക്കുന്നത് കാണുമ്പോഴേ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയാമോ. നമുക്കും കൂടെ ഒന്നും കിട്ടിയെങ്കിലൊന്ന്. പക്ഷെ മേടിച്ചു തരാൻ ആരുമില്ല, മേടിച്ച് തരാൻ ആരുമില്ല, പൈസ ഇല്ല. കഴിയെ കാണുമ്പോൾ ഭയങ്കര കൊതി ഓരോരുത്തരെ. നമ്മൾ നൂതാനെങ്കിലും തരുമെന്ന് ചോദിച്ചാൽ ആരും തരത്തില്ല. ലാസ്റ്റ് പിള്ളേർ ഓടിച്ച് കളഞ്ഞിട്ട് വേണം കളിപ്പാട്ട് വരത്ത്. കളിപ്പാട്ട് എടുത്തിട്ട് ഇങ്ങനെ ഊതും നമ്മള്.
എന്തുകൊണ്ടാ ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്ത് ഭാഗ്യമാണല്ലേ. അപ്പൊ ആർക്കാണ് സ്തുതി പറയുന്നത്? അള്ളാഹുവിന് സ്തുതി. കാരണം എനിക്ക് ഇത്ര നല്ല ഉമ്മീനെ ഉപ്പീനെ ഉമ്മച്ചായൊക്കെ കിട്ടിയല്ലോ പടച്ചോനെ. അതുകൊണ്ടാണല്ലോ അവരങ്ങൾക്ക് ഇത് വാങ്ങിച്ച് തന്നത്. കേട്ടോ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് സ്തുതി പറയുക. പഠിച്ച നമുക്ക് ഇതെങ്കിലും കിട്ടിയല്ലോ. അവരുടെ കാലത്ത് നമ്മുടെ കാലത്ത് ആഹാരം പോലും നല്ല രീതിക്ക് കിട്ടാനില്ലാത്തൊരു. ഓ നിന്നെ ചെവിന്നാലും ഞാൻ കേക്കണ്ട. ഇങ്ങനെ നല്ലതായി. എന്തിനാ ഇവിടെ സ്വസ്ഥമായി മക്കളെ. ഇന്നലെ കടക്കത്തിന് വാതിലേക്ക് പോയപ്പോ മേടിച്ചോണ്ട് കൊടുത്തതാ. സമാധാനമായി, സന്തോഷമായി. എനിക്ക് നീന്ത് പോകുമല്ലോ, നീ രക്ഷപ്പെട്ട്. എനിക്കിത് കിട്ടും മണി 8-ൻ്റെത്. ഉമ്മച്ചി ഓർക്കുന്നുണ്ടോ ഇതിന്റെ ഒറിജിനൽ സാധനം ഉണ്ടല്ലോ ഇത്രയുള്ള ഒരെണ്ണം നമ്മുടെ ഉണ്ടായിരുന്നു. ഷൈമോൻ ആരാ കൊടുത്തത്. എന്നിട്ട് അതിന്റെ അകത്ത് എന്തിനുണ്ടെന്നറിയാം മൊത്തം അഴിച്ച് പീരുത്ത്. പുതിയ മെത്ത മേടിച്ചിട്ടപ്പോഴത്തേന് അതിന്റെ അകത്ത് എന്താ വെച്ചേക്കുന്നത്? കീറിയ മക്കളല്ലേ. ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് അതിനകത്ത് എന്താ ഇരിക്കുന്നത് നോക്കാന്ന്. എന്തും മക്കളാണ് ആ മക്കളൊക്കെ. ബാക്കിയല്ലേ അവ ഒടിച്ചിട്ട് അതിന്റെ ഓരോ പീസ് ഇളക്കി നോക്കി ഇങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന്. അതിന്റെ ബാക്കിയൊക്കെ അല്ലേ ഓരോന്നും അല്ലേ. അല്ലേ ചേബി ഉദിക്കേ രണ്ടെണ്ണം കൂടെ മേടിക്കണം അവിടുത്തെ പിള്ളേർക്ക്. അല്ലെങ്കിൽ ഇതുകളെ കാണുമ്പോ അവർക്ക് മതിയാവൂലേ. ഒരെണ്ണത്തിന് 20 രൂപയുള്ളൂ. ഇവിടെയാണ് ചോദിച്ചത്. അവിടെ പോയി നോക്കിക്കോ. എനിക്ക് എന്തായാലും ഇനി സുൽത്താനെ പേടി അടുത്തോടെ വരുമ്പോ പച്ചവെള്ളം എന്നാ ചങ്ങനെ പിടിച്ച നല്ലതാണ് ചങ്കകള്. നല്ലതായിരിക്കുന്നു. കളിപ്പാട്ടം കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കാണിക്കാനായിട്ട് ഒരുത്തി ഓടുന്നുണ്ട്. അവൾക്ക് കിട്ടിയ കളിപ്പാട്ടം കൊണ്ട് അവൾക്ക് ഓടിപ്പോയി കൂട്ടുകാരെ കാണിക്കാനുള്ള ഓട്ടമാണ് ഓടുന്നത്.